ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? നമുക്കിവിടെ എല്ലാവർക്കും സുഖമാണേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു സൺഡേ ദിവസം എടുത്ത വീഡിയോ ആണേ. രാവിലത്തെ ഡെയിലി റൊട്ടീനൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരു നേരമാണ്. ഡിസംബർ മാസമൊക്കെ ആയില്ലേ. ഇന്ന് രാവിലെ നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. ഇപ്പോൾ പകൽ സൂര്യനെ കാണാനേ ഇല്ല. രാവും പകൽ ഇരുണ്ട് മൂടി കിടപ്പുണ്ട്. നല്ല തണുത്തൊരു അന്തരീക്ഷം. ആക്ച്വലി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ട്രിപ്പ് പോയ ദിവസം കൂടിയാണിന്ന്. ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് ചോറും വൈറലായി ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ചിന്. കണ്ണം കുഴിയാളെ മീനാണ് കേട്ടോ ഇത്. വേറെ കറികളൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇത് മാത്രം മതിയല്ലോ ആസ്വദിച്ച് ചോറ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഡേ ഔട്ടിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് വളഞ്ഞ വഴിയാണ് പോണത്. എന്നും പോണ വഴിയിൽ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അതിലൂടെ നിന്ന് വണ്ടി കടത്തി വിടില്ല. അതുകൊണ്ട് കുറച്ച് കാട് മേടുമൊക്കെ ഉള്ള വഴി വളഞ്ഞാട്ടോ പോകുന്നത്. പോണ വഴിയെല്ലാം ഇപ്പോൾ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഇലക്ഷൻ്റെ ഫ്ലെക്സും പോസ്റ്ററൊക്കെ അപ്പോൾ മൊത്തവും. സിറ്റിയിലോട്ടൊക്കെ എത്തിയപ്പോൾ ഇത്തിരി വെയിലൊക്കെ കാണുന്നുണ്ട്. ഏകദേശമൊക്കെ അങ്ങ് എത്താറായി. മെയിനായിട്ട് നമ്മൾ വന്നത് ഭീമാപള്ളി പോകാനാണ്. അപ്പോൾ പോണ വഴിക്ക് മ്യൂസിയത്തും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. നച്ചുവിനാണെങ്കിൽ അവധിയുള്ള ദിവസം എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകണം. എന്നും നമുക്കിങ്ങനെ ലോങ്ങൊന്നും വരാൻ പറ്റില്ലല്ലോ. വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ വരാൻ പറ്റൂ. അപ്പോൾ ഭീമാപള്ളിയിൽ ഉറൂസ് നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത്. അല്ലേ പിന്നെ അടുത്തെങ്ങാനും എവിടെയെങ്കിലുമൊക്കെ പോവേ ഉള്ളായിരുന്നു. മ്യൂസിയത്തിനുള്ളിലെ ഒരു മരത്തിൽ ഇതേപോലെ ഒരു കാ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ത് കായാണെന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനകത്ത് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ബെഗേഴ്സ് ബൗൾ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇത് എന്ത് ഉപയോഗത്തിനാണ് ഉപയോഗിക്കണതെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് പലതരത്തിലുള്ള മരങ്ങളും ചെടികളൊക്കെ ഒരുപാട് ഇങ്ങനെ നട്ട് നനച്ചിട്ടിട്ടുണ്ട്. അത് കാണാൻ തന്നെ എന്ത് രസാട്ടോ. ഇതാണ് കനകക്കുന്ന് കൊട്ടാരം, അഥവാ നേപ്പിയർ മ്യൂസിയം. 100-200 വർഷം പഴക്കമുള്ളൊരു കൊട്ടാരം കേട്ടോ ഇത്. ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പുരാതനമായ ശില്പങ്ങൾ, ഓട്ടപ്രതിമകൾ, ആഭരണങ്ങൾ, അങ്ങനെ ഒരുപാടായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടേ. ഉച്ച ടൈം ആയതുകൊണ്ട് അവിടെയൊക്കെ നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരികെ ചലിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് സിറ്റിയിലോട്ട് വരാനായിട്ട് 1 മണിക്കൂറെങ്കിലും യാത്രയുണ്ട്. പിന്നെ ട്രാഫിക്കും കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ ചായക്കടയിലോട്ട് കയറി ചായ, ഉള്ളിവട, പഴംപൊരി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കഴിച്ചു. വിശപ്പായതുകൊണ്ട് പിന്നെ ഈ 2 വീതം അങ്ങ് കഴിച്ചായിരുന്നു. പിന്നെ നച്ചു അടുത്ത മൂളൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ പോകണമെന്ന്. എന്തായാലും ഇതുവരെ വന്ന് എന്നാൽ പിന്നെ ബീച്ചിലും കൂടെ ഇറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. ബീച്ചിൽ നല്ല വെയിലായിരുന്നു. ശംഖുമുഖം ബീച്ചിലാണ് എത്തിയത്. ഇവിടെ രാവിലെ നാവികസേനയുടെ ഡെമോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. പിന്നെ കടൽക്കാറ്റടിക്കുന്നത് കൊണ്ട് വലിയ ചൂടൊന്നും അറിഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. പിന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ പിന്നെ എവിടെ ചെന്നാലും വീഡിയോയും ഫോട്ടോസൊക്കെ ആണല്ലോ നമുക്ക് മുഖ്യം. പിന്നെ ഇതാ അവിടെ നിന്ന് നേരെ ഭീമാപള്ളി കവാടം എത്തിയിട്ടുണ്ട്. ഒരു 4-4:30 മണിയായപ്പോഴാണ് എത്തിയത്. തിരക്കൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഇതാ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. പല ഷോപ്പുകളും അങ്ങനെ തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ നച്ചുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്തു.
രാത്രി വെട്ടവും വെളിച്ചവും ഒക്കെ വന്നപ്പോൾ നല്ലൊരു വൈബായിരുന്നു. പള്ളിയും പള്ളിയുടെ സമീപ പ്രദേശങ്ങളും LED ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭംഗി കാണാനും ഉണ്ട്. ജാതിഭേദമന്യേ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഈ പള്ളിയിൽ വരാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് അലുകുലുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിക്ക് ചുറ്റും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഫാൻസി ഷോപ്പ്, പിന്നെ ഈ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പ്, അത്തറ്, ടോയ്സ്, പിന്നെ ബാഗുകൾ, ഫർദകൾ, സ്നാക്സ് ഐറ്റം, അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേണ്ടത് അലുകുലുത്ത് സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങി. പിന്നെ ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ബൺ മസ്ക ഇറാനി ചായ്, അത് ഒരുപാട് ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളായിരുന്നു. ബൺ മസ്കയ്ക്കും ഇറാനി ചായയ്ക്കും 50 രൂപയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. കോംബോ ഓഫർ എന്നും പറഞ്ഞു. പുറത്തെങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. പുറത്തെ ഷോപ്പിനേക്കാളും ഇവിടുത്തെ ഷോപ്പിന് അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നച്ചുവിന് പേരെഴുതിയ മോതിരം വേണമെന്നായി. പിന്നെ അത് വാങ്ങിക്കൊടുത്തു. പിന്നെ ഇടയ്ക്ക് പള്ളിക്കകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നടന്ന് കാല് കഴിച്ചപ്പോൾ ഒരിടത്ത് പോയങ്ങിരുന്നു. പിന്നെ പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു. ഭയങ്കര ആളായിരുന്നു. സൂചി കുത്താനേ ഇടയില്ലാത്ത തിരക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യണതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇതേപോലെ ഒരു കറക്കൂഞ്ഞാൽ കണ്ടു. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാണുന്നത്. ഒരാൾക്ക് 30 രൂപ എങ്ങാണ്ടായിരുന്നു ചാർജ്. അതിൻ്റെ അകത്ത് അവനെ കുറച്ച് നേരമൊക്കെ കയറ്റി കറക്കിയായിരുന്നു. അങ്ങനെ അവന് ഹാപ്പിയായി, നമ്മൾ ഹാപ്പിയായി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി യാത്രയായി. കുറച്ച് നേരം വരെ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ അടുത്ത വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ അടുത്തൊരു നല്ലൊരു ഹോട്ടൽ കണ്ടു. പുറത്തിറങ്ങിയാൽ പിന്നെ വെളിയിൽ നിന്ന് കഴിക്കാതെ നമ്മൾ തിരികെ വരാറേ ഇല്ല. ഒരു മനസമാധാനം കിട്ടില്ല പുറത്തുനിന്ന് കഴിച്ചില്ലെങ്കിൽ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് വെയിറ്റ് ചെയ്താൽ എന്താ അടിപൊളി ഫുഡായിരുന്നു. അൽഫാമും ബെറോട്ടയും ചപ്പാത്തി ഇതൊക്കെ ആട്ടോ അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ.